ഉഷ ചേച്ചി എനിക്ക് ഉണ്ടാക്കിട്ടത്. എന്റെ മറ്റേ എനിക്ക് വയ്യ, ഞാൻ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ എടുത്തോട്ടെ, നിങ്ങൾക്ക് വിനോദമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇതിപ്പോ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തേക്കാണ്. ഇതിന്റെ ഫില്ലിങ്സ് പറഞ്ഞത് കപ്പലണ്ടി ഇട്ടിട്ടുണ്ട്, പിന്നെ കാഷ്യൂനട്ട് ഇട്ടിട്ടുണ്ട്. ഇത്ര ഫുൾ തിക്നെസ്സിലാട്ടോ നമുക്ക് കിട്ടണം. എന്നാൽ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കല്ല. ടേസ്റ്റ് ആയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാം. ഒന്നും പറയാം, പക്ഷെ ഇത് ഫുള്ള് നമുക്ക് കുടിക്കാൻ പറ്റുമോ ഞാൻ ഡൗട്ട് എടുത്തിരിക്കരുത്. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും അച്ചായത്തി മീഡിയ യൂട്യൂബ് ചാനലിലെ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് മറൈൻ ഡ്രൈവിലാണ്, ചുമ്മന പാർക്ക് എന്നറിയപ്പെടുന്ന മറൈൻ ഡ്രൈവിലാണ്. അപ്പം നമ്മൾ ഇന്നൊരു ചേട്ടൻ്റെയും ചേച്ചിയുടെ ഷെയ്ക്ക് കടയിൽ പോവുകയാണ്. ഓക്കെ, നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് പോയി കണ്ടാലോ? വായോ, നിങ്ങൾ വായോ. ഇതിലിങ്ങനെ നടന്നു കഴിയുമ്പോഴത്തേക്കും കുറെ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. ഹലോ, നമ്മളിപ്പോ വാട്ടർ മെട്രോയുടെ അവിടെ നടന്ന് 6ാമത്തെ എൻട്രൻസ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് എൻട്രൻസ്. അറിയാൻ വയ്യാത്തവർക്ക് അബ്ദുൽ കലാം മാർഗിന്റെ ലെഫ്റ്റിന്ന് 5ാമത്തെ കടയാണ്. നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. നിങ്ങളും കൂടി വായോ. നമ്മൾ ഇവിടുന്ന് വളഞ്ഞു വരുമ്പോഴത്തേക്കും ഐ ലവ് യു കൊച്ചി, അത് ഈ വഴിയാണ്. പമ്പിന്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. ഏകദേശം ഒരു 5-6ാമത്തെ ഷോപ്പാണ് ചേട്ടനും ചേച്ചിയുടെ ഷെയ്ക്കിന്റെ ഷോപ്പ്. നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. വായോ. ഇവിടെ തൊട്ടപ്പുറത്ത് കുറെ ബിൽഡിങ്ങുകളും ഒക്കെ ഉണ്ട്. ശരിക്കും മെയിൻ ഹൈവേ ആയിട്ടാ. ഈ വഴി പോവാണെങ്കിൽ നമുക്ക് വൈപ്പിലോട്ടൊക്കെ പോകാനൊക്കെ പറ്റിയ സ്ഥല. വൈപ്പിൻ ബീച്ച്, ഫോർട്ട് കൊച്ചി ബീച്ച്, ജങ്കാറൊക്കെ കയറി പോകാൻ പറ്റിയ ഇതാണ്. നമ്മളങ്ങനെ എത്തിക്കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ചേട്ടനും ചേച്ചിയുടെ കട. നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ? ഓക്കെ, APCL ടൗൺഷിപ്പിന്റെ നേരെ ഓപ്പോസിറ്റ് വാക്കയിലാട്ടോ നമ്മുടെ ചേട്ടനും ചേച്ചിയുടെ ഷോപ്പ് വരുന്നത്. നമ്മുടെ ചേട്ടന്റെ പേര് സുജിത്ത്, ചേച്ചിയുടെ പേര് ഉഷ എന്നാണ് കേട്ടോ. അവരെല്ലാ ദിവസം രാവിലെ 9 മണി തുടങ്ങി രാത്രി 9 മണി വരെ നമ്മുടെ ഈ കട വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അവരുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വിളിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാമല്ലോ. അപ്പൊ നമ്പർ താഴെ കൊടുത്തേക്കാം. ഓക്കെ, പിന്നെ ഞായറാഴ്ച മാത്രം ഓപ്പൺ അല്ലായിരിക്കും, ബാക്കി എല്ലാ ദിവസവും ഓപ്പണാണ്. പകലാണെങ്കിലും രാത്രിയാണെങ്കിലും അവിടെ നിന്ന് ഷെയ്ക്ക് കുടിക്കുമ്പോൾ വല്ലാത്തൊരു വൈബാട്ടോ. വണ്ടികളൊക്കെ ഉണ്ട്, എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഉഷ ചേച്ചി നമ്മുടെ സാധാരണക്കാരുടെ ഉഷാദിപ്പാട്ടോ. പിന്നെ ചേട്ടനും ചേച്ചിയുടെ കടയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരാൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അവരെ വയറ് നിറച്ച് വിടുള്ളൂ. അതാട്ടോ ചേട്ടനും ചേച്ചിയുടെ പോളിസി. നമുക്ക് ഉഷ ചേച്ചി നമുക്ക് അവക്കാഡോ ഷേക്ക് ഉണ്ടാക്കി തരാൻ പോവാണ്. നമുക്ക് ആ ഷേക്ക് ഉണ്ടാക്കണ കാര്യങ്ങളും ജസ്റ്റ് അതൊക്കെ ഒന്ന് കണ്ടാലോ? അതെ, കുറച്ച് സൂമായിട്ട് ചേച്ചി അവക്കാഡോ ഷേക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കട്ട് ചെയ്യണ രംഗങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരവക്കാടോ അല്ല, 2-3 അവക്കാടോ ഒക്കെ ഇട്ടാണ് ഷേക്ക് ഇടിക്കുന്നത്. പിന്നെ ചേച്ചിയുടെ ഷേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചേച്ചി ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കില്ല. അത്ര തിക്നെസ്സിലായിരിക്കും നമുക്ക് ഷേക്ക് കിട്ടുന്നത്. എന്നുവെച്ചാൽ കുടിച്ച പോലെ ഇരിക്കും. അതാണ് ചേച്ചിയുടെ ചേട്ടൻ്റെ ഷേക്കിൻ്റെ പ്രത്യേകത. എന്നാലും വയറ് നിറഞ്ഞിട്ടേ അവിടെ നിന്ന് പോവുള്ളൂ പറഞ്ഞുകൊണ്ടിരിക്കുക. ചേച്ചി ഇവിടെ അവക്കാടോ ഒക്കെ കട്ട് ചെയ്തോണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഓൾറെഡി ഒക്കെ സെറ്റ് ചെയ്ത് അവക്കാടോ ഒക്കെ സെറ്റ് ചെയ്ത് ഷേക്ക് അടിക്കാനുള്ള പരിപാടിയിലേക്ക് ഇട്ട് കിടക്കുക കേട്ടോ. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, ആളുകൾ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഷേക്കും ഷേക്കുകൾ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുക. ചേച്ചി സെറ്റ് ചെയ്യും, ചേട്ടൻ അടിക്കും. അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ പോകുന്നത്. ചേച്ചിനെ മാത്രം ഒന്നും ചെയ്യാൻ ചേട്ടൻ വിടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഷേക്കൊക്കെ അടിച്ചോണ്ടിരിക്കുകയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് നല്ല തിരക്കാണ് ആ ഷോപ്പിൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ പറയാനുള്ളത് പപ്പായ ഷേക്ക്. അപ്പൊ അതിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? സ്പെഷ്യാലിറ്റി കപ്പലണ്ടി പരിപ്പും കശുവണ്ടി പരിപ്പും. കപ്പലണ്ടി പരിപ്പും കശുവണ്ടി പരിപ്പും. നമുക്ക് അതിന്റെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ? കാണി, അതാണ് വെറൈറ്റിയാണ്. 2-3 കഷ്ണമൊന്നല്ലോ ഷേക്ക് വേണ്ടിയിരുന്നത്. ഇത് മൊത്തം തന്നെ ഇട്ടിട്ടാണ് നമുക്ക് ഷേക്ക് ഉണ്ടാക്കി തരാം. ചേച്ചിയല്ല, സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ടുള്ളത്.
ചേച്ചി ഓൾമോസ്റ്റ് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കാണ്ട് അതിന്റെ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ഫുൾ തിരക്കാട്ടോ, ഒട്ടും നിന്നേരിയാൻ സമയമില്ല. പിന്നെ ചേച്ചി ഇത് എത്ര വർഷമായി ഇവിടെ കടയൊക്കെ തുടങ്ങിയിട്ട്? അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? 15 വർഷമായി. ഓക്കെ. അപ്പൊ ഇതെങ്ങനെയാണ് ഇതിന്റെ ഒരു ഐഡിയ? ഏതിന്റെ ഐഡിയ? ഷോപ്പ് തുടങ്ങാനുള്ളൊരു ഐഡിയ എങ്ങനെയാണ്? തുടങ്ങണമെന്ന് തോന്നി അങ്ങനെ തുടങ്ങി. പിന്നെ ഇതിൽ തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങളിപ്പോ ഏത് നാട്ടുകാരാണ് ഒന്ന് പറയാമോ? ഞാൻ തിരുവനന്തപുരം. പുള്ളി അരൂര്. ഞാൻ ആലപ്പുഴ പൂച്ചാട്ട്. പൂച്ചാട്ടുകാരാ? ഞാൻ തിരുവനന്തപുരം നേമം പ്രാവിച്ചമ്പല അഴിക്കടമുക്കില്. ഫുൾ കാറ്റാട്ടോ, കാറ്റായിട്ടൊക്കെ പറഞ്ഞിട്ട് പോവാണ്. എത്ര വെറൈറ്റി ഷേക്കുകളുണ്ട് നമുക്ക്? വെറൈറ്റി ഒരു 10-20 ഉണ്ട്. 10-20 ഷേക്കുകൾ. കരിക്ക് തൊട്ടുണ്ട്. കരിക്കുണ്ടെങ്കിൽ പല ടൈപ്പ് വെറൈറ്റി ഷേക്ക്. എല്ലാ വെറൈറ്റി ഞങ്ങൾക്ക് ഇന്ന തുടങ്ങണമെന്ന് തോന്നുമ്പോ ഞാൻ അങ്ങോട്ട് ഞാൻ ചെയ്യും. നിങ്ങൾക്ക് ഏത് ഷേക്ക് വേണമെന്നൊന്ന് പറഞ്ഞാൽ മതി, ചേച്ചി എല്ലാം ഉണ്ടാക്കി തരും. അത് ചേട്ടൻ അതേപോലെ ചേട്ടൻ ചെയ്തു തരും. ഞാനെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കും. ചേട്ടൻ ബാക്കിയുള്ള കാര്യം പിന്നെ ഒരു ഗ്ലാസ്സല്ലല്ലോ നിങ്ങൾക്ക് വയറ് നിറച്ചു തരും. നിങ്ങൾ മറ്റേ അയ്യോ എനിക്ക് കുടിക്കാൻ പറ്റില്ല എന്ന് പറയരുത്. വരാ കലങ്ങിയില്ലെന്ന് പറഞ്ഞാലേ ഒന്നോ ഒരവൾ ഷേക്ക് കൂടെ എടുക്കട്ടെ എന്നേ ചോദിക്കുള്ളൂ. നമ്മുടെ ജനങ്ങളുടെ താല്പര്യത്തിലാണ് ഇത്ര നാൾ നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. അവരുടെ സപ്പോർട്ട് ഭയങ്കരമാണ് ജനങ്ങളത്. ഒരു സിനിമ ഏകദേശം എത്ര കസ്റ്റമറുകളുണ്ടാവും? നമുക്ക് പറയാൻ പറ്റില്ല. നല്ല ശതമാനം ആൾക്കാർ, അത്ര ശതമാനം ആൾക്കാരുണ്ട്. പക്ഷെ ഇവിടെ ഞങ്ങളിപ്പോ വന്നിട്ട് തന്നെ അവർക്ക് സമയം കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി കാണിച്ചാൽ സ്പെഷ്യലായിട്ട് സമയം കിട്ടിയിട്ടില്ല. നമ്മൾ ഇതിന്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ ഷേക്ക് ഉണ്ടാക്കുന്നത്. അതായത് പറഞ്ഞ രാവിലെ തന്നെ നിങ്ങൾ വന്നാൽ ഏകദേശം എത്ര മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യണത്? 10:30 മണി മുതൽ രാത്രി 9:30 മണി വരെ. 10:30 മണി തുടങ്ങി 9:30 മണി വരെ. ഞായറാഴ്ച മുടക്ക് ദിവസമാണ്. നമ്മുടെ കസ്റ്റമറെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി തരും. നമുക്ക് അതാണ് വേണ്ടത്. നമ്മളത് പറഞ്ഞപ്പോഴും അവര് വന്ന് പറയും ഇന്നൊക്കെ ചെയ്യണം ചേച്ചി ചേട്ടാന്ന് പറയുമ്പോ അതേപോലെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഇവിടെ വേറൊരു പ്രത്യേകത ഉള്ളത്, വേറെ പണിക്കാര് നമ്മളിപ്പോ എല്ലാ ഷോപ്പിലും നോക്കിയാൽ ഹിന്ദിക്കാരൊക്കെ ഉണ്ടാവും. ഇവിടെ വേറെ പണിക്കാരൊന്നും നിർത്താതെ ചേട്ടന്റെയും ചേച്ചിയുടെയും സ്പെഷ്യൽ ആയിട്ടുള്ള ഷേക്കുകളെ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് പിടിക്കാൻ പറ്റും. നമ്മുടെ കടയിൽ വല്ല ആൾക്കാർക്ക് അത് ഇഷ്ടമല്ല. കാരണം നമ്മളിപ്പോ ഇവിടുന്ന് ഇപ്പൊ ചേച്ചിയുടെ ഷേക്ക് കുടിച്ചിട്ട് വേറൊരാൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ടേസ്റ്റിന് ഡിഫറെന്റ് ടേസ്റ്റ് ആവും. അതുകൊണ്ട് ചേച്ചി അതിന് ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറുള്ള ചേച്ചി ഉണ്ടാക്കി തരുള്ളൂ. വയറ് നിറച്ച് ചേട്ടൻ വിടും. നമ്മള് ഐസൊക്കെ ഇട്ട് വെള്ളം ഒഴിച്ചു. മക്കളെ ഷെയ്ക്ക് അടിക്കാൻ പോവുകയാണ്. നമ്മൾ അതിന്റെ ആവേശത്തിൽ നിൽക്കുകയാണത്. ഫസ്റ്റ് നമുക്ക് പപ്പായ ഷെയ്ക്ക് തന്നെ ആരംഭിക്കാം അല്ലേ? ഇങ്ങോട്ടൊന്നും അതിന്റെ ക്യാമറയുടെ മുന്നിൽ വരുമ്പോ ഇത് നമ്മുടെ കസ്റ്റമറെ പരിചയപ്പെടാം. സ്ഥിരമായിട്ട് ഇവിടെ വരാറുള്ളതാണ്. എത്ര നാളായിട്ട് ഏകദേശം വന്നിട്ടുള്ള? ഇടക്കിടക്ക് വരും. അല്ല എന്നുവെച്ചാൽ ഈ വഴി വന്നാല് എന്തായാലും ഷെയ്ക്ക് കുടിക്കാതെ പോവില്ല. നമ്മുടെ ഓൾമോസ്റ്റ് പപ്പായ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അവക്കാടോടെ സെറ്റ് ചെയ്തിരുന്നു. കപ്പലണ്ടി ഇടാണ്. കപ്പലണ്ടി എന്തൊക്കെയാണ് അപ്പൊ അതിൽ ഇതിൽ വരുന്നത്? കപ്പലണ്ടി പിന്നെ കശുവണ്ടി. അവിടെ ഓൾമോസ്റ്റ് അതിന്റെ പ്രോസസ് നമ്മൾ ഈ ഷേക്ക് കാണുമ്പോ തന്നെ അത് അത്ര തിക്നെസ്സിലാണ്. ഒരു തുള്ളി പോലും വെള്ളം ചേർക്കണില്ല കേട്ടോ. അതാണ് ഏറ്റവും വലിയ സത്യാവസ്ഥ. മക്കളെ നമ്മുടെ പപ്പായ ഷേക്ക് അടിച്ചു വന്നിരിക്കുന്നു. ഇത് കുടിച്ചിട്ട് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങള് ഞാൻ പറയുന്നതാണ്. ഞാൻ കുടിച്ചിട്ടുണ്ടല്ലോ. ഞാൻ നമ്മൾ എന്നാ വന്നത് ഇതിനു മുന്നേ
മാംഗോ ഒന്ന് കുടിച്ചിട്ടില്ല. എന്നെ കുടിച്ചിട്ട് ഈ വയറിറങ്ങി. കുടിച്ചിട്ട് നമുക്ക് ഇതിന്റെ അഭിപ്രായങ്ങൾ പറയാം. എങ്ങനെയാണ് പശുവിന്റെ ഇതാണ് പറയാം. ഓക്കെ. പശുവിന്റെ കശുവണ്ടി ബദാം ബദാമില്ലല്ലോ. കപ്പലണ്ടി കശുവണ്ടി ആയിട്ടാ ഇതില് പ്രധാനമായിട്ട് വരുന്നത്. അത് ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കുന്നത്. നമുക്ക് ഇനി കുടിച്ചിട്ട് ഡീറ്റെയിൽസ്. അങ്ങനെ നമ്മുടെ പപ്പായ ഷേക്ക് അടിച്ച് കഴിഞ്ഞിട്ടോ ഓൾറെഡി ഇതൊക്കെ സെറ്റാക്കി വെച്ചേക്കാണ്. അപ്പോൾ ഇത് കുടിക്കാനുള്ള ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കാൻ പോകുന്നത്. ഇത്രയും തിക്നെസ്സിലാണ് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് കുടിച്ചിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങളൊക്കെ പറയാം. ഓക്കെ, ഇതിപ്പോ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തേക്കാണ്. ഇതിന്റെ ഫില്ലിങ്സ് എന്നത് കപ്പലണ്ടി ഇട്ടിട്ടുണ്ട്, പിന്നെ കാഷ്യൂ ഇട്ടിട്ടുണ്ട്. ഇത്ര ഫുൾ തിക്നെസ്സിലായിട്ടാ നമുക്ക് കിട്ടണം. ഒരു തുള്ളി പോലും വെള്ളം ചേർത്തില്ല. ടേസ്റ്റ് ആയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാം. പക്ഷെ ഇത് ഫുള്ള് നമുക്ക് കുടിക്കാൻ പറ്റുമോ എന്ന് നമുക്കൊരു പേര്. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇതൊന്നും കഴിക്കാതെ പോകില്ല. നമ്മുടെ വീട്ടിലെ അമ്മമാര് നമുക്ക് ഉണ്ടാക്കി തരില്ലേ എന്ന് വെച്ചാൽ കുറച്ച് വെള്ളം പോലും ചേർക്കാതെ മക്കൾക്കൊക്കെ ആരോഗ്യം ആയിക്കോട്ടെ അതേപോലെയാണ് നമ്മുടെ വീട്ടിൽ നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരുന്നത്. ഒരു വ്യക്തി വെച്ചിട്ട് തയ്യാറല്ല. നമ്മുടെ ചേട്ടന്മാരുടെ അവക്കാഡോ ഷേക്ക് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചേട്ടന്മാർക്ക് കൊടുക്കാം. ചേട്ടന്മാര് വെയിറ്റ് ചെയ്യാണ് ഷേക്ക് കുടിക്കാൻ വേണ്ടിട്ട്. ആ ഓക്കെ. രോഹിത്. അപ്പൊ ഇവിടെ വർക്ക് ചെയ്യണത് മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ഇവിടെ അടുത്തായിട്ടാണോ? എറണാകുളത്ത് എവിടാ? കലൂര്. ഓക്കെ. ചേട്ടന്റെ സതീഷ്. വീട് കൂത്താട്ടുള്ള. അപ്പൊ ഫസ്റ്റ് ടൈം ആയിട്ടല്ലേ ഷെയ്ക്ക് ഇവിടെ കുടിക്കാൻ. അപ്പൊ എന്താണ് ഒരു ഔട്ട് എങ്ങനെയുണ്ട് ഷെയ്ക്ക്? എങ്ങനെയുണ്ട് പറഞ്ഞോ. സൂപ്പറായിട്ടുണ്ട്, നല്ല കൺസിസ്റ്റന്റ്, നല്ല തിക്കായിട്ടുണ്ട്. അപ്പൊ വെള്ളമൊന്നുമില്ല. പിന്നെ ഇപ്പൊ വയറ് നിറഞ്ഞു ഇപ്പോഴത്തെ ക്വാണ്ടിറ്റി ആണ്. മറ്റേ ചേട്ടൻ പിന്നെ ചോദിച്ചാൽ നാളത്തെ കുപ്പി ഇറങ്ങി പോകുന്നോ അതല്ലേ ചേട്ടൻ? അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ഇനി ഇവിടെ തന്നെ വരുമെന്നുള്ളത്. അപ്പൊ നമ്മളെ അല്ലേ തീർച്ചയായിട്ടും ഇവിടെ വരും. അപ്പൊ ഇവിടെ പുതിയ കസ്റ്റമറാണ്. അപ്പൊ ഇനി എന്തായാലും ഇവിടെ തന്നെ വരുമെന്നാണ്. അപ്പൊ നിങ്ങളും ഇങ്ങോട്ട് വരിക. മറ്റേ ഇതില് പറഞ്ഞ പോലെ ഇറങ്ങിയില്ലേ 1 മണിക്കൂർ മുന്നേ ഇറങ്ങിക്കോ, അല്ലെങ്കിൽ മക്കളെ ഷേക്കൊക്കെ തീർന്നോട്ടാ. അപ്പൊ ഓക്കെ, താങ്ക് യു. ഇപ്പൊ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഷേക്കാണ് നമുക്ക് ഉണ്ടാക്കുന്നത്. അത്തിപ്പഴത്തിന്റെ ഷേക്ക്. അതില് എന്തൊക്കെ വരുന്നുണ്ട്? അത്തിപ്പഴയിട്ട് പിന്നെ അടുത്തായിട്ട് ഉണ്ടാവണത് ഈന്തപ്പഴം ഒരു 5-6 ഒക്കെ പോലെ നമ്മളെ ഇടണത് മറ്റുള്ളവർ ഇടാണ്. അടുത്തത് ബദാം. അത് വെള്ളത്തിലിട്ടാ ഇതൊക്കെ വെള്ളത്തിലിട്ടാ. അടുത്തത് ബദാം ഇടാണ്. അടുത്തത് കിവി. ഷെയ്ക്ക് എന്ന് പറഞ്ഞാൽ ഷാർജ ഷെയ്ക്കും മറ്റേ അതാണ് ഐസ്ക്രീം ഷെയ്ക്കുകളൊക്കെ അല്ലേ കുടിച്ചിട്ടുള്ളൂ. ഈ വെറൈറ്റി ഷെയ്ക്കാട്ടാ. നമ്മുടെ ചേട്ടനും ചേച്ചിയുടെ കടയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കടയേക്കാളും വെറൈറ്റി. എന്താണ് വെറൈറ്റി എന്ന് വെച്ചാൽ ഇവിടെ വരണം എന്ന് ഞങ്ങൾ പറയാൻ കാരണം വെറൈറ്റി ഷേക്കുകളും ഉണ്ട്. കുടിച്ചാലും ചേട്ടൻ തന്നോണ്ടിരിക്കും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. കശുവണ്ടി അടുത്ത് കശുവണ്ടി ഇടാം. ഇച്ചിരി ഒന്നും 2-3 കൈ നിറച്ചിട്ടാണ്. അതാണ് നമ്മുടെ ചേച്ചിയുടെ സേവം. അടുത്തത് ഐസ് എടുക്കുകയാണ്. ഐസില്ലാത്തൊരു കളിയില്ല നമുക്ക്. ചൂടൊക്കെ അല്ലേ ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ ഈ സമയം ഏകദേശം ഒരു 1 മണി 2 മണിയൊക്കെ ആയിട്ടാവും അല്ലേ? ആ ഇപ്പൊ നമുക്ക് ഹോളസ്റ്റ് ഇടാണ്. പിന്നെ വെള്ളമല്ലേ? വെള്ളമല്ല, ഞങ്ങളുടെ ജ്യൂസിനെ വെള്ളമില്ല. സോറി, വെള്ളമില്ല, പാലാ വയ്ക്കണത്. എന്റെ ഒരു മിസ്റ്റേക്കാണ്. അതിലൊരു തുള്ളിയോളം വെള്ളം ചേർത്തല്ല. പാല് കാണുമ്പോ കറക്റ്റ്. ഇതില് പഞ്ചസാര വേണമെങ്കിൽ ഇടാം,
അല്ലെങ്കിൽ ഇടണ്ട. ഓൾറെഡി മധുരം ഉണ്ട്, ആവശ്യമുണ്ടെങ്കിൽ മധുരം. ഇതെല്ലാം മധുരത്തിന്റെ അല്ലേ ഇരിക്കണത്. മധുരത്തിന്റെ അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ ചിലർ ഇടിയില്ല, ചിലരിടും. മധുരം ഇട്ടോ ഇതിന്റെ. നമുക്ക് ചേട്ടൻ വന്നിട്ട് മധുരം ഇട്ടേക്കാണ്. ഈ ബാക്കിയൊക്കെ ചേട്ടനെ ചെയ്യണം. ബാക്കിയെല്ലാം നമ്മുടെ ചേട്ടനാണ് ചെയ്യണത്. ജ്യൂസിന്റെ ഷേക്കിന്റെ എല്ലാം സെറ്റ് ചെയ്ത് ഞാൻ കൊടുക്കും. ബാക്കിയൊക്കെ ചേട്ടൻ ചെയ്തോളൂ. വയറിറപ്പിക്കണത് പാലൊക്കെ വീട്ടി ഹോൾസ് ഇട്ട് എല്ലാം ചെയ്ത്. ചേട്ടൻ ഫുൾ സപ്പോർട്ടാണ്. ചേച്ചീനെ മാത്രമായിട്ട് ഒന്നും ചെയ്യാൻ സമയത്ത് ചേട്ടനും കൂടി സപ്പോർട്ട് ചെയ്തിട്ടാണ് കട മുന്നോട്ട് പോകുന്നത്. ചേച്ചി നല്ല ദേ കണ്ടോ, നല്ല തിക്നെസ്സിലാണ് ഈ ഷെയ്ക്ക് അടിക്കണത്. ഒരു അവലും കൂടി എടുത്തിട്ടെ, അതാണ് നമുക്ക് വന്ന വഴി. ഇതെല്ലാം കൂടി കുടിക്കാൻ കുപ്പിയിലിറക്കിയത് മൂന്നാ. അതിന്റെ നമ്മൾ എടുത്തില്ല. അത് ഒരു അവലിന്റെ ഞങ്ങളെന്താണോ വന്ന വഴി മറക്കാൻ പറ്റൂല. ആദ്യം ഞങ്ങൾ അവലിന്റെ അവലിന്റെ ആണ്. അപ്പൊ അത് നമ്മള് മറന്നിട്ട് ഒന്ന് വഴി മറന്നിട്ടുള്ള ഒരു പരിപാടിക്ക് നമ്മൾ കേട്ടാ. അതെ, ക്ലാസ്സിലോട്ട് വയ്ക്കാൻ വേണ്ടി പോവാണ്. സെറ്റ്. ഇതാണ് നമ്മുടെ ഷെയ്ക്ക് മക്കളെ. ഷെയ്ക്ക് ഡ്രൈ ഫ്രൂട്ട് ഡ്രൈ ഫ്രൂട്ട് ഷെയ്ക്ക് കുടിക്കാം. ഒന്നും പറയാനില്ല. പോളി സൂപ്പർ. എന്തായാലും ഇവിടെ ഞാൻ ഇവിടെ വന്നില്ലെങ്കിൽ എനിക്ക് നഷ്ടമായി പോയാ. എന്ത് പറയാനാ, സൂപ്പർ. ഒന്ന് മറ്റേ എന്റെ വീട്ടിൽ എനിക്ക് എന്റെ അമ്മ ഉണ്ടാക്കി തന്നെ പോലെ ഉഷ ചേച്ചി എനിക്ക് ഉണ്ടാക്കി തരും. എന്റെ മല്ലേ എനിക്ക് വയ്യ. ഞാൻ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ എടുത്തോട്ടെ, നിങ്ങൾക്ക് വിനോദമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങള്. ഇത് എവിടാന്ന് വെച്ചാൽ ലവ് കൊച്ചിയിലാണ്. ലവ് കൊച്ചി പറയൻ ഡ്രൈവില് 5ാമത്തെ ഷോപ്പിലാണ് നമ്മുടെ ചേട്ടൻ ചേച്ചിയുടെ ഷോപ്പ് ഉള്ളത്. ഇവിടുത്തെ വെറൈറ്റികൾ 40 തരം ഷെയ്ക്കുകളുണ്ട്, വെറൈറ്റി ടൈപ്പ്. നമ്മുടെ വീട്ടിലൊക്കെ അമ്മ നമുക്ക് ഉണ്ടാക്കി തരും അതേ ടേസ്റ്റിലാണ് നമുക്ക് ഷെയ്ക്കുകളൊക്കെ കുടിക്കാൻ പറ്റുക. അപ്പം പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അതിന് മുമ്പായി നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. എങ്കിൽ മാത്രമേ ഇനി ഇടുന്ന വീഡിയോസ് എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പം എന്തെങ്കിലും നിർദ്ദേശങ്ങളോ എന്തെങ്കിലുമൊക്കെ കമന്റ് ഒക്കെ ആയിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പൊ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ.